സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? നഷ്ടം വരുന്ന ഇപ്പം എന്തോ ഗവൺമെന്റ് ഓരോ സൗകര്യങ്ങൾ ഒരുക്കുന്നതല്ലേ? യോജിപ്പില്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ്? അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ സാറേ? ശമ്പളം കൊടുക്കണം. പിന്നെ സൗജന്യ യാത്രയാകുമ്പോൾ എല്ലാവർക്കും കയറുമ്പോൾ ഒരു ഉത്സാഹം ഉണ്ടാകും. പക്ഷേ ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം കൊടുക്കുന്ന ആര് കൊടുക്കും? അത് ശരിയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് നല്ലതാണ്. ഗവൺമെന്റിന്റെ പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, ഓരോ സംസ്ഥാനത്തും ഉണ്ട് അതിൻ്റെ ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുവോ? എന്തായാലും ഒന്ന് യാത്ര ചെയ്യേ. കായംകുളത്തുണ്ടെന്ന് നേരത്തെ വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ സൗജന്യ പ്രിയദർശിനിയുടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആശംസകൾ. ഇവിടുന്ന് തിരിച്ചു വരുമ്പം അടൂരൊക്കെ ഒരു യാത്ര പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുക? ഞാൻ കൊടുമൺ. അപ്പോൾ ശരിയാവുമല്ലോ. എങ്ങനെയാണ് ഈ ഓർഡിനറിയിൽ ഒരുക്കിയിരിക്കുന്നതിന്റെ സന്തോഷമാണോ അതോ? സന്തോഷമാണ്. സർക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ല. അത് ശരി, അത് സർക്കാർ അതിനുള്ള പോംവഴി കണ്ടു കാണും. പിന്നെ പെട്ടെന്ന് ചെല്ലണമെന്നുള്ളൊരു കറക്റ്റാണ്. ഇന്നത്തെ സുഖമായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ യാത്ര ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അതാണ് വണ്ടി വിടുകയാണ്. അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ്. നമുക്ക് അനുഭവം കിട്ടിയില്ല. എന്താ പറയുന്നത്, 9 മണിക്ക് മുമ്പേ വന്നുകൊണ്ട് നമുക്ക് അതില്ല. പക്ഷേ 9 മണിക്ക് ശേഷം വന്ന് പറഞ്ഞു നാളെ തൊട്ട് യാത്ര ചെയ്യും. വിശ്വസിക്കുന്നു. ഒരു മാസം എത്ര വണ്ടിക്കൂലിക്ക് വേണ്ടി? എനിക്ക് ഒരു ദിവസം 15 രൂപയാവും. അപ്പോൾ ഓക്കെ, ഏകദേശം നമുക്ക് നോക്കാം. എങ്ങനെ ആകുമെന്ന് നമുക്കറിയത്തില്ല. അത് എത്ര മേൽ അത് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അത് കുഴപ്പമില്ല, എന്തായാലും തുടങ്ങിയതേ ഉള്ളൂ. തുടക്കമാണ്. നമുക്ക് നോക്കാം. വർക്ക് ചെയ്യല്ലേ? സൗജന്യ യാത്ര നല്ലതാണ്. ഓക്കെ, സ്ഥിരം യാത്ര ചെയ്യാൻ എന്താ പഠിക്കുക? MSc. ഏതാണ്? ഫിസിക്സ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഭിപ്രായം നല്ലതാണ്. പക്ഷേ പലരും പറയുന്ന ഒരു എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഗവൺമെന്റ്, അതിനെപ്പറ്റി എന്താ ഒരു കാഴ്ചപ്പാടുണ്ടോ? എന്തെങ്കിലും നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു അവരുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്കുള്ള ഈ ഒരു പ്രിയദർശിനി എന്നുള്ള ഒരു വാഹനയാത്ര. അത് ഏറ്റവും ഗവൺമെൻറ് സ്റ്റാർട്ടിങ് തുടങ്ങിയ ആ സമയം മുതൽ തന്നെ അവർ പറഞ്ഞ കാര്യം വാക്ക് ഇന്ന് പാലിക്കാൻ പോവുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും, അതായത് സ്ത്രീകൾക്ക് ഞങ്ങളെല്ലാവരും ഏറ്റവും അഭിമാനകരമായി ഞങ്ങളിത് ഏറ്റെടുക്കുന്നു, ഏറ്റെടുത്തുകൊണ്ട് അവർ പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത്. എല്ലാവരും നെഞ്ചിലേറ്റി ഏറ്റവും വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി. ശരിയായി, പക്ഷെ സമയത്തിന് എത്തുമോ എന്നുള്ളതൊരു ഡൗട്ടുണ്ട്. കാര്യം സാധാരണ ഇത് ഫ്രീ ആകുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അതിനകത്ത് കയറും. അപ്പൊ ഓരോ സ്റ്റോപ്പിലും നിർത്തണം, ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറണം. അപ്പൊ അതൊരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സാധനം ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കേണ്ടി വരും. ഞാൻ വർക്ക് ചെയ്യുന്നത് റാന്നിയിലാണ്. ചിലപ്പോൾ ഞാൻ ഫാസ്റ്റിന് എന്നിട്ട് കോഴഞ്ചേരി അങ്ങനെ ടൈം എനിക്ക് ഏകദേശം ഒരു 3000 രൂപയോളം മന്ത്ലി പ്രൈവറ്റും KSRTC. എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ KSRTC ആണ്. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. താല്പര്യപ്പെടുന്ന ടൈമിങ്ങിന്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിലല്ല, ടൈമിങ്ങിന്റെ കാര്യത്തിൽ അത് ലേറ്റ് ആകും. ഞങ്ങൾക്ക് സമയത്തിലെത്താൻ പറ്റത്തില്ല. വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ജനങ്ങൾ ആണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ചെയ്തത് ഏറ്റവും നല്ല ഒരു ജനങ്ങൾക്കെല്ലാം സ്ഥിരം യാത്ര ചെയ്യുന്ന ഗവൺമെന്റ് ബാധ്യതയാണ്, അല്ലാന്ന് പറയാനൊക്കത്തില്ല. എങ്കിലും സ്ത്രീകൾക്ക് സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്.